ദൈവത്തിന് തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 15 നോമ്പിലെ 10-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായുള്ള വിഷയം ക്രിസ്തീയ വിശ്വാസിയുടെ സ്വാതന്ത്ര്യം. അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 1ഉം 14ഉം വാക്യങ്ങൾ: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 14-ാം വാക്യം: കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഗലാത്യരുടെ പുസ്തകം യഹൂദ ക്രിസ്ത്യാനികൾ, വിജാതീയ ക്രിസ്ത്യാനികൾ, മോശയുടെ നിയമങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. യഹൂദ ക്രിസ്ത്യാനികൾ ഈ നിയമത്തിന് വിധേയരാണെന്ന് പറഞ്ഞിട്ടും അവർ ഈ നിയമത്തിന് വിധേയരല്ലെന്ന് പറയാൻ ഗലാത്യയിലെ ജനങ്ങളോട് പൗലോസ് എഴുതുകയാണ്. ഈ കത്ത് 6 അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നു. ഗലാത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് നമ്മെ അനുസരിക്കുകയും വിനയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആത്മീയ സ്വഭാവത്തിലേക്ക് നയിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം ന്യായപ്രമാണത്തിന്റെ ആചരണം ആവശ്യപ്പെടുന്നില്ല. അതേസമയം എന്തും ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള ലൈസൻസുമല്ല. ഒന്നാമതായി, നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കണം. വിശുദ്ധ പൗലോസിന്റെ ഭാഷയിൽ ക്രിസ്തുവാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന്റെ ദായകൻ. അനേകായിരങ്ങളെ ബന്ധനത്തിൽ നിന്നും വിടുവിച്ച് സ്വതന്ത്രരാക്കിയ രക്ഷകൻ. ആ രക്ഷകനിലാണ് നാം വിശ്വസിക്കേണ്ടത്, അല്ലാതെ പരിച്ഛേദനയിലല്ല. ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച നാം ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ വീഴേണ്ടവരല്ല. രക്ഷയ്ക്ക് പരിച്ഛേദന ഏൽക്കണമെന്ന് വാദിക്കുന്നവർ വിശ്വാസത്താലുള്ള രക്ഷയുടെ സ്ഥാനത്ത് പ്രവൃത്തിയാലുള്ള രക്ഷ എന്ന ന്യായപ്രമാണത്തിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നു. ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിലൂടെയാണ് നാം രക്ഷ പ്രാപിക്കേണ്ടത്. ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് ജീവിച്ചാലും അതിൽ ഒന്നെങ്കിലും തെറ്റിയാൽ പ്രാപിച്ച രക്ഷ ഇല്ലാതാകുന്നു. അതേസമയം വിശ്വാസത്താലുള്ള രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഏതു പാവിയെയും തെറ്റിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ചിലരെങ്കിലും പറയുന്നു, മുദ്രസ്നാനമേറ്റാൽ രക്ഷ പ്രാപിക്കുമെന്ന്. ക്രൈസ്തവ വിശ്വാസപ്രകാരം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെയും അടയാളമാണ് മാമോദീസ. ഒരു കർമ്മമായി അനുഷ്ഠിച്ചതുകൊണ്ട് രക്ഷ പ്രാപിക്കണമെന്നില്ല. ക്രിസ്തീയ വിശ്വാസത്തിലൂടെ വളർന്നു വരികയും വിശ്വാസം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. നമ്മൾ ഒന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ വിശ്വാസം കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. രണ്ടാമതായി, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ക്രിസ്തീയ വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ച വ്യക്തി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവർക്ക് വേണ്ടി നല്ല പ്രവൃത്തി ചെയ്യുവാനും നാം തയ്യാറാകണം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അഗ്രചർമ്മമോ പരിച്ഛേദനയോ ഇതൊന്നുമല്ല പ്രധാനം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ്. നമുക്ക് ലഭിച്ച രക്ഷയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെ പരസ്പരം സ്നേഹിക്കുക. പാപത്തിനും ന്യായപ്രമാണത്തിനും ബന്ധനസ്ഥരാകാതെ അന്യോന്യം സ്നേഹിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 39-ാം വാക്യത്തിൽ പറയുന്നു: കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. യേശു കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുത്ത് നമ്മെയും ഈ ലോകത്തെയും സ്നേഹിച്ചു. ആ ക്രിസ്തുഭാവം നമ്മിൽ ഉൾക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ചേർത്ത് കൊള്ളുവാനും സാധിക്കണം. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമല്ലാത്തവരായി ആരുമില്ല, അല്ലേ? നമുക്കൊരു സന്തോഷം വന്നാൽ നാം അത്യന്തികം സന്തോഷിക്കും. ഒരു വേദന വന്നാൽ ഒരുപാട് ദുഃഖിക്കും. അതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിലും വേദനയിലും ആത്മാർത്ഥമായി പങ്കുകാരാകാൻ നമുക്ക് കഴിയണം. എല്ലാവരെയും സ്നേഹിക്കുന്നത് സ്വയം ലാഭത്തിനു വേണ്ടിയോ എന്തോ പ്രതീക്ഷിച്ചോ ആകരുത്. പകരം അർത്ഥമുള്ള കലർപ്പില്ലാത്ത സ്നേഹം പകരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം.
ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കാനും അതുവഴി മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുവാനും കരുതുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.